ഹലോ ഹായ്. ഇന്ന് നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. നല്ല ചിക്കനൊക്കെ ഇങ്ങനെ നല്ല പുഴുങ്ങി ആ വെള്ളത്തിൽ നല്ല റൈസൊക്കെ ഇട്ട് വേവിച്ച് ഒനിയൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 2 കഷ്ണം മാഗി ക്യൂബ്. അപ്പോൾ ഇതൊരു മൊത്തം 12 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നും ഞാൻ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ ഞാൻ കുറച്ച് ബിരിയാണി കട്ടായിട്ട് അതേപോലെ നമ്മൾ മന്തിയൊക്കെ വെക്കൂലേ അങ്ങനെ ആ രീതിയിലുള്ള ഒരു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവും ഒന്നുകൂടി പെർഫെക്റ്റ്. അപ്പോൾ മുളകും പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഉപ്പ്. അത് ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ഇട്ടിട്ടുണ്ട്. അതൊരു 2 സ്പൂണോളം പുതിനയുണ്ട്. അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 6 അല്ലി വെളുത്തുള്ളിയും നമ്മളൊരു 1/2 ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി കഷ്ണവും ഉണ്ട്. പിന്നെ അതാ പുതിന അത് ഫുള്ള് ഇട്ടില്ല, പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അടുത്തത് നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 6 ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തു. പിന്നെ തൈര്, അത് മെഷർ കപ്പ് അത് തന്നെയാണ്, അത് 1 കപ്പ് തൈര്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായി കൈ വെച്ച് തന്നെ കുഴച്ച് നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ്റെ മേലെ കംപ്ലീറ്റ് മസാലയും മാഗി ക്യൂബും അതേപോലെ മുളക് പൊടിയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ എല്ലാ മസാലയും നന്നായി പിടിക്കത്തക്ക വിധം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ച എണ്ണ ബാലൻസ് ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു തരി ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ഈ മസാലക്ക് നല്ലൊരു ഫ്ലേവർ വരും. ആ ഉള്ളിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ എണ്ണയിൽ. അത് നന്നായി പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഒഴിച്ച് പിടിപ്പിച്ച് അങ്ങനെ 1 മണിക്കൂർ അത് റെസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചെമ്പെടുത്തിട്ട് നമ്മൾ അതിലേക്കുള്ള റൈസ് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ബാലൻസ് എണ്ണ ബാക്കിയുണ്ട്, അതൊഴിച്ച് 1 കപ്പ് ഉള്ളി എന്ന് പറഞ്ഞാൽ 1 സബോള അത്ര ഇട്ടാൽ മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയൊരു ഏകദേശം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ ജീരകമുണ്ട്, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഉണക്കനാരങ്ങ, ജാതിക്ക അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ നിങ്ങൾ ആ ഒരു അളവിനനുസരിച്ച് എത്ര റൈസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഒക്കെ ഒരു ചെറിയ ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഏലക്കയാണെങ്കിൽ ഒരു 4 എണ്ണം അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് അരിക്ക് നമ്മൾ 8 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് അളന്ന് വെച്ചിട്ടുള്ളതാണ് 8 ഗ്ലാസ് വെള്ളം. അപ്പം ആ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അളന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ ഓൾറെഡി അളന്ന് വെച്ചതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തൊഴിച്ചത്. അപ്പോൾ ഇത് പിങ്ക് സോൾട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, പിങ്ക് സോൾട്ടാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളെ റൈസ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ റൈസ് ഞാൻ ആ വെള്ളത്തിൽ റൈസൊക്കെ ഇട്ടു ഏകദേശം വേവാനുള്ള ഇതായിട്ടുണ്ട്. അതേപോലെ ചിക്കൻ അപ്പുറത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേപോലെ വെച്ച് കൊടുക്കണം. അതിൽ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അത് ചെറിയ സിമ്മാക്കി വെച്ചിട്ട് അതിൽ തനിയെ വെള്ളം വരും. അങ്ങനെ കിടന്ന് അത് വേവട്ടെ. അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പകുതി റൈസ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളെ അവസാനത്തെ സ്റ്റെപ്പായ ദമ്മിടൽ പരിപാടിയിലാണ്. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. റൈസ് ഞാൻ പകുതി മാറ്റി വെച്ചു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം അതിൽ നിന്ന് തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞാനതിൽ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതിൽ നിന്ന് വന്ന വെള്ളമാണിത്. അപ്പോൾ പകുതി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആ ചിക്കൻ കംപ്ലീറ്റ് ഈ റൈസിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ പരത്തി റെഡിയാക്കിയതിന് ശേഷം ബാക്കി റൈസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 12 പീസ് ചിക്കനും 4 കപ്പ് അരിയും ഉള്ള ഒരു ദം ബിരിയാണിയാണിത്.
പൊരിക്കാനോ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിന്നില്ല. നമ്മൾ ആകെ കൂടി ഒന്ന് പൊരിച്ചെടുത്തത് ഒനിയനാണ്. ആ ഒനിയൻ പൊരിച്ച വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറുള്ള ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ അതേ ടച്ചുള്ള നല്ലൊരു ഫ്ലേവർ ബിരിയാണിയാണ്. നേരത്തെ നമ്മൾ പൊരിച്ചതിൻ്റെ എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഇതിൽ കുങ്കുമവും പാലും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കളറാണ് കുങ്കുമത്തിൻ്റെ ഫ്ലേവർ ഇതിൽ വരുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവസാനം ഇങ്ങനെ നമ്മളിപ്പോൾ നോർമലായി വെക്കുന്ന ബിരിയാണി ആണെങ്കിലും ഹൈദരാബാദി ആണെങ്കിലും ഏത് ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അടുപ്പത്ത് ഇതേപോലെ വെക്കുക. കുങ്കുമവും മഞ്ഞളും ഇട്ടിട്ടുള്ള ആ ഒരു മിക്സിയിലെ പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും ബിരിയാണിക്ക്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.